പ്രിയ സുഹൃത്തുക്കളെ, ഇത് ഈ വിഷയത്തിലെ 1,08,000-ാമത്തെ വീഡിയോ ആണ് കേട്ടോ. അല്ല, 1,08,000 എന്ന് പറയാൻ പറ്റില്ല. ഈ വിഷയത്തിൽ ചില ആളുകൾ അവർ തന്നെ ചെയ്തിട്ടുണ്ട് 1,00,000-ൽ പരം വീഡിയോസ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു 2,16,000-ാമത്തെ വീഡിയോ ആയിട്ട് കണക്കാക്കാം. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമാണല്ലോ, കേരളത്തിലെ ഏറ്റവും വലിയ വിഷയമാണ്. ഇന്ന് കേരളം നേരിടുന്ന, കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള ഒരു വിഷയമാണ് രേണുസുതി. എന്താണ് അല്ലേ? ഒരിക്കലും അവർ ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല, അംഗീകരിക്കാൻ പറ്റില്ല. അവരങ്ങനെയൊക്കെ പറയാവോ? അവരാരാ? എന്താ അവരുടെ കോലം? അതാണ് അതായത് നമ്മുടെ ഇവിടുത്തെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ദാനം കിട്ടിയാൽ പിന്നെ മിണ്ടരുത്. അതായത് ഇപ്പോൾ എനിക്കെന്തെങ്കിലും ഒരു സഹായം ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും മിണ്ടരുത്. അത് എന്താണെന്ന് വെച്ചാൽ എടുത്ത് നക്കിക്കും. പിന്നെ ഞാൻ അടിമയാണ്. എനിക്ക് പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല, ഒന്നും പറയാനുള്ള റൈറ്റ് ഇല്ല. കാരണം നിന്നെ ഞങ്ങൾ സഹായിച്ചതല്ലേ. അങ്ങനെ സഹായിക്കുമ്പോൾ പിന്നെ നിനക്കിനി ഒരു റൈറ്റും ഇല്ല. മനസ്സിലായില്ലേ? ഞങ്ങൾ നിനക്കൊരു വീട് വെച്ച് തന്നു, അതുകൊണ്ടിരിക്കുക. അത് ചിലപ്പോൾ ചോരും, അത് ചിലപ്പം ഇടിഞ്ഞു വീഴും, ചിലപ്പോൾ ഫാൻ പൊളിച്ചും മണ്ടയിൽ വീഴും. പക്ഷെ അതൊന്നും പുറത്ത് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് എത്രയോ പേർക്ക് വെച്ച് കൊടുക്കാനും അവർക്കൊന്നും വെച്ച് കൊടുക്കാൻ നിനക്ക് വെച്ച് തന്നല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരും. സംഭവിച്ചു കഴിഞ്ഞാലും മിണ്ടാതെ അങ്ങ് ഇരുന്നോളുക. ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. അതാണ് ഇപ്പോൾ രേണുസുതിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. വിഷയമൊന്നും ഇപ്പോൾ പറഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ല. 2,16,000-ാമത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് എല്ലാ വിഷയവും നിങ്ങൾക്ക് മനപ്പാടമാണല്ലോ. കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്താണ് ഇവിടെ വയനാട് മുണ്ടക്കൈ ചൂരൽ മല ദുരന്തം ഉണ്ടായത്. നിങ്ങൾക്കറിയാലോ, എത്രയോ ആളുകളാണ് മരിച്ചത്, എത്രയോ ആളുകളാണ് ഒരു രാത്രി കൊണ്ട് ഒന്നുമില്ലാതായി പോയത്. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് ഇപ്പോൾ ഗവൺമെൻറ് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ കൽപ്പറ്റ ബൈപ്പാസിൻ്റെ അടുത്ത് പണി ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ പണിയെല്ലാം കഴിഞ്ഞ് അവർക്ക് ആ വീട് കൈമാറും. അപ്പോൾ ആ വീട് കൈമാറി കഴിഞ്ഞ് അതിനകത്ത് ആളുകൾ താമസിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുക, ചോരുക, അല്ലെങ്കിൽ തേപ്പ് പൊട്ടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ, പ്ലംബിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും മിണ്ടാൻ പാടില്ലേ. അതേപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ രേണുസുതി എന്ന് പറയുന്നവർക്ക് ഒരാളല്ലെങ്കിൽ ഒരാൾ വീട് വെച്ച് കൊടുത്താൽ അന്നത്തെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ്, കൊല്ലസുതിയുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് എല്ലാ ചാനലുകളും എടുത്തൊന്ന് യൂസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സഹായിച്ചാനേ, അതിലൊരു ടീം സഹായിച്ചു. ഈ സഹായമാണെങ്കിലും കാശ് മേടിച്ചിട്ടുണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും നമ്മൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആരും വെറുതെ ചോരുക, വെറുതെ ഫാൻ മണ്ടയ്ക്ക് വീഴുക എന്നൊക്കെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യമായ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഉണ്ടാക്കി കൊടുത്തവൻ അല്ലെങ്കിൽ സഹായിച്ചവന് ഒരു സുപ്പീരിയർ പവറാണ്. സഹായിക്കപ്പെട്ടവൻ എപ്പോഴും ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കണം. അവൻ എന്തെങ്കിലും ഡിമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇനി അഥവാ പറഞ്ഞാലും ഞാനൊന്ന് ആലോചിക്കട്ടെ, എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റ്. അതാണ് ആക്ച്വലി ഇവിടെ നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറയുന്ന രേണുസുതിനെ കിട്ടാനായിട്ട് ആളുകൾ ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കാരണം എന്തോ അവരെ ആർക്കും ഇഷ്ടമല്ല. മോഹൻലാൽ പണ്ട് പറഞ്ഞ പോലെ എന്തോ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് പറഞ്ഞ പോലെ രേണുസുതിൻ്റെ കാര്യം എന്തോ അവരെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഇഷ്യൂ കിട്ടിയപ്പോഴത്തേക്കും എൻ്റെ പൊന്നെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ചില ആളുകളുടെ കാര്യക്കട്ടെ. ചില ആൾക്കാരുടെ വീഡിയോ കണ്ടാൽ അവരെന്തോ കാര്യമായി ടൈറ്റാണെന്ന് തോന്നും. കാരണം ഒരു ദിവസം ഇതേ വിഷയത്തിനെ കുറിച്ച് 16 വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു തത്രപ്പാട് പോലെ എന്തെങ്കിലുമൊക്കെ ടൈറ്റ് ആകുമ്പോൾ EMI മുടങ്ങുമ്പോഴോ അങ്ങനെയൊക്കെ ആകുമ്പോഴായിരിക്കും സർക്കാർ ഇത് വലിയൊരു ഹാഷ്ടാഗാണ് ഇപ്പം ഈ ഹാഷ്ടാഗ് റീനുസുതി ഇടുന്നത്. അതുകൊണ്ട് അത്യാവശ്യം വാരുന്നവന് മാരാം, നെഗറ്റീവ് ഇടണം. രേണുസുതി അതാണ് ഇതാണ്, ബോയ്സ് സ്കൂൾ കണ്ടില്ലേ, ഭീഷണിപ്പെടുത്തി, പിള്ളേരെ നോക്കുന്നില്ല, മറ്റെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇടണം. കമ്പനിയിൽ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെക്കണം, എന്നാലേ വ്യൂ കിട്ടുള്ളൂ. ഏതായാലും ആ കൂട്ടത്തിലേക്ക് നമ്മളില്ല. രേണുസുതിയുടെ വാക്കുകൾ കേൾക്കാനും ഒരു 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 മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. അവരും നടന്ന ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട് അവരുടെ ഭാഗം പറയാനായിട്ട്. അതൊന്നും ആർക്കും കേൾക്കേണ്ട കാര്യമില്ല. അതിൻ്റെ അടിയിൽ കമൻറ്റ് വായിച്ചറിയും, തെറി വച്ചത്തെറി. പിന്നെ ഈ ചോരുന്നൊരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടയിൽ മഴ വന്നാലല്ലേ ചോരുന്നുണ്ടോ ഈ തേപ്പിടിഞ്ഞ് വീഴുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ. ഇപ്പോഴല്ലേ മഴ തുടങ്ങി, മഴ പെയ്തപ്പോഴാണ് ഈ സംഭവം പറഞ്ഞത്. അതറിഞ്ഞപ്പോഴല്ലേ അവർക്ക് പറയാനൊക്കത്തുള്ളൂ. അതവർക്ക് പറയാനൊക്കത്തില്ലേ? അത് വല്ലാത്തൊരു കഷ്ടം തന്നെയല്ലേ. പിന്നെ കുറേ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് രേണുസുതിൻ്റെ 2 പിള്ളേർക്കായിട്ട് പണിത് കൊടുത്ത വീടാണ്. അവിടെ ഇപ്പോൾ ആരൊക്കെയാണ് താമസിക്കുന്നത്? രേണുവിൻ്റെ അപ്പൻ, അമ്മ, ബന്ധക്കാർ, സ്വന്തക്കാർ. എടാ, നിൻ്റെയൊക്കെ അനുവാദം കിട്ടണമെങ്കിൽ ആ വീട്ടിൽ ആരെ താമസിക്കണം, ആര് വരണം, ആര് പോകണം എന്നൊക്കെ. എന്തോന്നാടേ ഇത്? ഇത് അടിമത്ത സമ്പ്രദായമൊന്നുമല്ലല്ലോ. ഒരു വീടുണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വീടുണ്ടാക്കി താക്കോല് കൈമാറുന്നവരേ ഉള്ളൂ ആ ഒരു സംഭവം. പിന്നെ അത് അവരുടെയാണ്. പിന്നെ അത് അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെന്ന് ചിന്തിക്കണം. അതാണ് കൊടുക്കുന്നവനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിനൊക്കെ ചെയ്യേണ്ടത്. അല്ലാണ്ട് അതിനകത്ത് കയറി അഭിപ്രായം പറഞ്ഞ് നിങ്ങളാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത്, അവിടെ ആൾ വരണ്ടെന്നൊക്കെ. പിന്നെ പറയുന്നു മക്കളെ നോക്കുന്നില്ല, മക്കളെ തന്നെ മൂത്ത മോനെ നോക്കുന്നില്ല. അവരുടെയൊക്കെ പേര് നിങ്ങൾക്ക് പല ആൾക്കാർക്കും സുപരിതമാണ്. ഇവിടെ റിയാക്ഷൻ വീഡിയോ എന്ന പലർക്കും അവരുടെ മക്കളെയും കൊച്ചു മക്കളുടെയും പേരൊന്നും ഓർമ്മയില്ലെങ്കിലും ഈ പറയുന്ന രേണുസുതിൻ്റെ മക്കളുടെ പേരും അവർ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്ന, അവരുടെ കൂട്ടുകാരുടെ പേരെന്താണെന്ന് വരെ അറിയില്ല. പഠിച്ച് വെച്ചേക്കല്ലേ എന്തോ നാടി. അവർക്കറിയില്ല അവരുടെ കാര്യങ്ങൾ. അവർ ചെയ്തോളുമല്ലോ, അവർ ചെയ്യുന്നുണ്ടല്ലോ. അവർ ഇത്രയും നാട് ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ലേ. എന്താ ചെയ്യുക? മക്കളെയും
ഈ റെനുവിനെയും തമ്മിലടിപ്പിക്കുക. എത്ര വിഷമാണ് കുത്തിവെക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പയ്യനൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട്, കൂട്ടുകാരുണ്ട്, സമൂഹത്തിലിറങ്ങി നടക്കുന്നതല്ലേ. എന്തോരം വീഡിയോകൾ, എന്തോരം ടൈറ്റിൽ, എന്തൊക്കെ കമ്പനി കിട്ടി, എന്തൊക്കെ ഊഹാപോഹങ്ങളാണ് ഓരോ പോങ്ങന്മാർ നടിക്കുന്നത്. റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് അസഹനീയം എന്നുള്ളതൊന്നും തോന്നില്ല. ഒന്നോ രണ്ടോ വീഡിയോ മാന്യമായി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരവരുടെ അഭിപ്രായം പറഞ്ഞു പോയി. അവർ ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാട്. യെസ്, ഇവർ ചെയ്തത് ശരിയല്ല, അവർ ചെയ്തത് ശരിയല്ല, ഇവർ കുറച്ചും കൂടി ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഉപദേശവും അതൊക്കെ മാന്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് ഒരു ദിവസം തന്നെ 8ഉം 10ഉം വീഡിയോ ഇരുന്നടിക്കുവാടെ വ്യൂസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുണ്ടോ ഒരു വിചാരണ, മാധ്യമ വിചാരണ. മാധ്യമമൊന്നും പറയാൻ പറ്റില്ല, ഇതിനൊന്നും മഞ്ഞ ചാനൽ വിചാരണ. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഇവൻ്റെയൊക്കെ വീട്ടിൽ പോയി നോക്കി അറിയാം. അവൻ്റെയൊക്കെ ഭാര്യയോടും പിള്ളേരോടും അയൽക്കാരോടും ചോദിച്ചാൽ അറിയാം ഇവൻ്റെയൊക്കെ ഒരു സ്ഥിതി. പക്ഷെ ക്യാമറ ഓണാക്കി നിന്നിട്ട് അവൻ പിന്നെ ഈ ലോകത്തെ ഏറ്റവും പരിശുദ്ധൻ, അവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഉപദേശി, അവനാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല വിവരമുള്ളവൻ, നല്ലവൻ. ഇതിപ്പോഴും തുടങ്ങിയതല്ലേ, ഇതിങ്ങനെ ഉള്ളതാണ് കേരളത്തിൽ. മല്ലു ഫാമിലി യൂട്യൂബ് ചാനൽ അറിയാലോ. അവരുടെ ആ ഒരു ദാരിദ്ര്യവും അവരുടെ ആ വീട്ടിലെ അവസ്ഥയൊക്കെ ആലോചിച്ചിട്ട് ആൾക്കാർ ഇരുന്ന് പരസ്യം അടക്കം കാണും. ഫുൾ പരസ്യം, സ്കിപ്പൊന്നും അടിക്കാതെ ഇങ്ങനെ ഇരുന്ന് കാണും. അപ്പോൾ ആൾക്കാർ എന്താണ് ഇങ്ങനെ സഹായിക്കുന്ന പോലെ ഒരു ഇമോഷൻ വർക്കാവുന്നതാണ്. അങ്ങനെ അത് കണ്ട് ഇവർക്ക് അത്യാവശ്യം പൈസയായി. പക്ഷേ പൈസ ആയാലും അവർ ദാരിദ്ര്യത്തിൽ തന്നെ ജീവിക്കണം. അവർ നല്ലൊരു ഉടുപ്പ് വാങ്ങാൻ പാടില്ല, ബൈക്ക് വാങ്ങാൻ പാടില്ല, കാറ് വാങ്ങാൻ പാടില്ല, വീട് വെക്കാൻ പാടില്ല. ഈ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആൾക്കാരുടെ മുമ്പിൽ കുനിഞ്ഞ് നിൽക്കണം, ഒച്ചാനിച്ച് നിൽക്കണം എന്നുള്ള സ്ഥിതിയാണ് ഈ ആളുകൾക്ക്. അവർ വളരുന്നതനുസരിച്ച് അവരോരോ കാര്യം ചെയ്ത് ഒരു ബൈക്കാണ്ട് വാങ്ങിയതിന് എന്നാ തെറിവിളി, ചീത്തവിളി, അൺസബ്സ്ക്രൈബ് ചെയ്ത് പോക്കാറ്റണമെന്നറിയോ ആ കാലത്ത്? എനിക്കറിയാലോ. ഇപ്പോഴത് തുടരും. അതിനുശേഷം പിന്നെ അവർക്കൊരു മോചനമില്ല. അതിനുശേഷം പുള്ളി ഇങ്ങനെ കാറുകൾ വാങ്ങുന്നുണ്ട്, വീട് വെക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആൾക്കാർ തെറിയും. ഞങ്ങളുടെ പൈസയ്ക്കുള്ള നീ ഇത്ര വലിയ ആളായത്, മറ്റവനെ കഷ്ടമല്ല. എന്താ പറയുക, റെനു സുധീനോട് ആൾക്കാർ പറയുന്നുണ്ട്, നീ പക്ഷേ വീടൊന്നല്ലോ ദാനം കിട്ടിയതല്ലേ, നിനക്ക് അങ്ങനെയാണ്, നീ വല്ല പണിക്ക് പോയിട്ട് നീ ആക്ക്. അവർ പണിക്ക് പോകുന്നുണ്ട്. പണിക്കെന്ന് പറയുമ്പോൾ അവർക്ക് അറിയാവുന്ന പരിപാടികൾ ചെയ്യാൻ പറ്റും. അവർ മോഡലിങ്, ചെറിയ ഷോർട്ട് ഫിലിം, സിനിമകളിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ അവിടെയും പോയി തെറിക്കും. നാളെ നീ എന്തോ കാണിക്കുന്നത്, നിൻ്റെ മോന്ത എന്താ ഇങ്ങനെ, നിൻ്റെ കോലം എന്താ ഇങ്ങനെ, നിനക്ക് അഭിനയിക്കാൻ അറിയോ, വീട്ടിൽ പോടി, എന്താ അപ്പം ചെയ്യണ്ടേ? കഷ്ടം. ഇത് കണ്ടിട്ടെങ്കിലും ഇതിപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യം കുറച്ച് പോസിറ്റീവായിട്ട് ചെയ്തോണ്ട് ഇത് അത്ര വിലയ്ക്ക് എത്തുന്നൊന്നും അറിയില്ല കേട്ടോ. അത് സാധ്യതയൊന്നുമില്ല. റീന സുധീനെ എന്തെങ്കിലും തെറി പറഞ്ഞിരിക്കുന്ന വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ 10 വീഡിയോ കിട്ടിയാണ്. ഇതിപ്പം അറിയത്തില്ല. എന്തെങ്കിലും ഏതെങ്കിലും 16 വീഡിയോ ഡെയിലി വെച്ച് റീന സുധീനെ കുറിച്ച് ചെയ്യുന്ന ആരെങ്കിലും അത് കാണുന്നുണ്ടെങ്കിൽ സുഹൃത്തെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യം കൂടി ഇടയ്ക്കൊന്ന് നോക്കണേ കേട്ടോ.